ഹായ് നമസ്കാരം ആൻഡ് ഹാപ്പി വിജയദശമി. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സെപ്റ്റംബർ മാസം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സെപ്റ്റംബർ മാസത്തിൽ വായിച്ച പുസ്തകങ്ങളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. 9 പുസ്തകങ്ങളാട്ടോ ഞാൻ വായിച്ചത്. 9 പുസ്തകങ്ങളെ വായിക്കാൻ പറ്റിയുള്ളൂ. ഇതിലും കൂടുതൽ വായിക്കണമെന്ന് വിചാരിച്ചതാണ്. ചിലതൊക്കെ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ വീഡിയോ ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആൽഫയാണ്. TD രാമകൃഷ്ണനാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ DC ബുക്സ് ആണ് ഇതിന്റെ പബ്ലിഷർ. 160 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ. അടുത്തത് വേടനാണ്. സൂരജ് ജലജ സുരേഷാണ് എഴുതിയിരിക്കുന്നത്. മാൻകൈൻഡ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 260 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഇതിനെക്കുറിച്ചും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട പുസ്തകം കേട്ടത്. അടുത്തത് എയർ ആണ്. എയർ ദേവദാസ് VM ആണ് എഴുതിയിരിക്കുന്നത്. DC ബുക്സ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 199 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. നല്ലൊരു ബുക്കാണ്, ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ. അപ്പോൾ അടുത്തത് ബഷീറിന്റെ പാവപ്പെട്ടവരുടെ വേശ്യയാണ് കേട്ടോ. DC ബുക്സ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 110 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ഞാനൊരു റിവ്യൂ ചെയ്യണം എന്ന് വിചാരിക്കുന്നതാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. ബഷീറിന്റെ കളക്ഷൻസിൽ നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചോളൂ. നല്ല ബുക്കാണ്, നല്ല നല്ല കഥകളാണ്. ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്യുന്നതായിരിക്കും. അടുത്തത് നിലാവുറങ്ങാത്ത രാത്രി. R രൂപേഷ് ആണ് എഴുതിയിരിക്കുന്നത്. ഫേമസ് ബുക്സ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 170 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഈ പുസ്തകത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ടീനേജേഴ്സിന്റെ ആ ഒരു പീരീഡ് ഉണ്ടാവുമല്ലോ, ലവ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ, റൊമാൻസ് പൂക്കുന്ന ഒരു സമയം, പിന്നെ അവരുടെ സ്കൂൾ ടൈം, കോളേജ് ടൈം എല്ലാം അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. അവരുടെ തന്നെ നമുക്ക് നമ്മുടെ കാലങ്ങളൊക്കെ ഓർമ്മ വരും ചിലതൊക്കെ വായിച്ചു നോക്കുമ്പോൾ. അപ്പം അങ്ങനത്തെ ഒരു പുസ്തകമാണിത്. അടുത്തത് സെലിനാണ്. എഴുതിയിരിക്കുന്നത് അരുൺ ടോമി. മാൻകൈൻഡ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 280 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ചെയ്ത് റിവ്യൂ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ത്രില്ലർ തന്നെയാണിത്. അടുത്തത് മുംബൈ സി വയനാട് തക്കാണ്. വിപിൻ വാസുദേവനാണ് എഴുതിയിരിക്കുന്നത്. മാൻകൈൻഡ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 220 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഞാൻ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബുക്കാണ്. റൊമാൻസ് തീമിൽ വന്നതാണെങ്കിൽ കൂടി നിങ്ങളെ സർപ്രൈസ് ചെയ്യിക്കും. അടുത്തത് സ്വപ്നവ്യൂഹമാണ്. സന്ദീപ് ശേഖർ ആണ് എഴുതിയിരിക്കുന്നത്. മാൻകൈൻഡ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 130 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഞാൻ റിവ്യൂ ചെയ്യുന്നതാണ്. ഈ ഒരു കമ്മിങ് ഡേയ്സിൽ കാണാം. ഇനി നീലപ്പൊന്മാനാണ്. നീലപ്പൊന്മാൻ എഴുതിയിരിക്കുന്നത് അനു ബാബു ആണ്. ഗ്രീൻ ബുക്സ് ആണ് പബ്ലിഷറായിട്ട് വന്നിരിക്കുന്നത്. 170 രൂപയാണ് ഈ പുസ്തകത്തിന്റെ വില. ഇതിനെക്കുറിച്ച് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും പുസ്തകങ്ങളായിരുന്നു ഞാൻ വായിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ താങ്ക്